السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. درس القرآن പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസ് മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ ഖുർആൻ പഠന സംരംഭം, അതിലെ 64-ാമത്തെ അധ്യായം സൂറത്തു തഗാബുൻ, അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 65-ാമത്തെ അധ്യായം സൂറത്തു ത്വലാഖിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്തു. ഇനി 64-ാമത്തെ അധ്യായം സൂറത്തു തഗാബുൻ ആണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രസ്തുത അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ സൂറത്തു തഗാബുൻ എന്നുള്ള അധ്യായം മദനിയായ അഥവാ മദീനയിൽ അവതരിച്ച അധ്യായമാണ്. പ്രസ്തുത അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ മനുഷ്യന് നഷ്ടം നേരിടാനിരിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് തഗാബുൻ എന്ന പേര് വന്നിട്ടുള്ളത് എന്നാണ് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير. ഇതിലെ ആദ്യത്തെ വചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഇതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം യുസബ്ബിഹു ലില്ലാഹി, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. മാഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, വമാഫിൽ അർളി, ഭൂമിയിലുള്ളവരും. അപ്പൊ ഭൂമിയിലും ആകാശത്തിലുമുള്ള സർവ്വതും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. യുസബ്ബിഹു എന്ന പദം കൊണ്ടാണ് ഈ അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ തസ്ബീഹ്, സബ്ബഹ ലില്ലാഹി അല്ലെങ്കിൽ യുസബ്ബിഹു ലില്ലാഹി, ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ചില അധ്യായങ്ങൾ കാണാം. സൂറത്തുൽ ജുമുഅ, അതുപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂൻ, ഇതൊക്കെ അത്തരം തസ്ബീഹ് കൊണ്ട് അല്ലെങ്കിൽ സബ്ബഹ യുസബ്ബിഹു പോലുള്ള പദങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളാണ്. അതുകൊണ്ട് ഈ അധ്യായങ്ങൾക്ക് പൊതുവിൽ
അൽ മുസബ്ബിഹാത്ത് എന്ന് പറയും. അൽ മുസബ്ബിഹാത്ത് ഇത്തരം അധ്യായങ്ങൾക്ക്. അങ്ങനെയുള്ള അധ്യായങ്ങളിൽ അവസാനത്തേതാണ് ഈ അധ്യായം സൂറത്തു തഗാബുൻ. ഇതിലെ ഒന്നാമത്തെ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം യുസബ്ബിഹു ലില്ലാഹി, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു അല്ലെങ്കിൽ സ്തോത്ര കീർത്തനം നടത്തുന്നു. മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ള എല്ലാം അല്ലെങ്കിൽ ഓരോന്നും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അവന് സ്തോത്ര കീർത്തനം നടത്തുന്നു. വമാ ഫിൽ അർളി, ആകാശങ്ങളിലുള്ളവ മാത്രമല്ല ഭൂമിയിലുള്ളവയും എന്നതാണ് ഇതിലെ ഒന്നാമത്തെ ഭാഗം. അതിനുശേഷം പറയുന്നത് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, എല്ലാം അവനെ പ്രകീർത്തിക്കാനുള്ള ഒരു കാരണം അള്ളാഹു പറയുന്നത് അവനാണ് ആധിപത്യം, എല്ലാം അവനാണ്, എല്ലാ സ്തുതികളും. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പൊ ഇവിടെ ഈ തസ്ബീഹ് അല്ലെങ്കിൽ യുസബ്ബിഹു എന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അനവധി സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ സചേതന വസ്തുക്കളും അചേതന വസ്തുക്കളും ഉണ്ട് എന്നുള്ളതാണ് ഖുർആനിന്റെ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുർആൻ 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്അ, 7 ആകാശങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. വൽ അർള, ഭൂമിയും, വമൻ ഫീഹിന്ന, അവയിലുള്ളതെല്ലാം. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, ഖുർആനിലെ അനവധി സ്ഥലങ്ങളിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവനുള്ളതും ജീവനില്ലാത്തതും, അതേപോലെ തന്നെ ആകാശത്തിലും ജീവനുള്ളതും ജീവനില്ലാത്തതും എന്ന് പറഞ്ഞാൽ മലക്കുകളും അതല്ലാത്തതുമൊക്കെ എന്തു ചെയ്യുന്നു? അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവനെ സ്തുതിക്കാത്തതായിട്ട് യാതൊന്നുമില്ല എന്നുകൂടെ അതേ ആയത്തിൽ തന്നെ പറയുന്നു. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെയൊന്നും പ്രകീർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ നിഷേധിക്കേണ്ടതില്ല. കാരണം അവയെയും നമ്മളെയും സൃഷ്ടിച്ചവനായ പടച്ചവനാണ് അവരെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അവയുടേതായ രൂപത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണങ്ങൾ 2-3 ഞാനിവിടെ വായിക്കാം. ഖുർആൻ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാവും പകലും മലക്കുകൾ അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ രാവും പകലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ അതേ അധ്യായത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പർവ്വതങ്ങളും അതേപോലെ തന്നെ പറവകളും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു അഥവാ പ്രകീർത്തനം ചെയ്യുന്നു എന്ന് കാണാൻ കഴിയും. അതുപോലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിൽ അള്ളാഹു പറയുന്നു, ഇടിനാഥം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു, അവനെ പറ്റിയുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു. അതുപോലെ തന്നെ 16-ാം അധ്യായം സൂറത്തുൻ നഹലിൽ അള്ളാഹു പറയുന്നു, ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളും മലക്കുകളും സുജൂദ് ചെയ്യുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ തസ്ബീഹും അതുപോലെ തന്നെ സുജൂദുമൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ അവയെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ അള്ളാഹു വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും നിഷേധിക്കേണ്ടതില്ല. കാരണം എന്താ അറിയോ, അതേ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം
ലാ തഫ്ഖഹൂന തസ്ബീഹക്കും, എങ്ങനെയാണ് ഈ മലക്കുകൾ അതല്ലെങ്കിൽ മറ്റു ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു സചേതന അചേതന വസ്തുക്കൾ എങ്ങനെയാണ് അള്ളാഹുവിന് സ്തുതികീർത്തനം നടത്തുന്നത്, അവനെ പ്രകീർത്തനം ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയില്ല. കാരണം നമുക്ക് അവയുടെ അത്തരം രീതികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എന്ന് അവയെയും നമ്മളെയും സൃഷ്ടിച്ച പടച്ചവൻ പറയാണ്. അപ്പൊ നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അവയെ നിഷേധിക്കേണ്ടതില്ല. ഖുർആൻ ഇവിടെ ഇടിനാദത്തെക്കുറിച്ച് പറയുന്നു, ആകാശങ്ങളെക്കുറിച്ച് പറയുന്നു, ഭൂമിയെക്കുറിച്ച് പറയുന്നു, പർവ്വതങ്ങളെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ മലക്കുകളെ കുറിച്ച് പറയുന്നു. അങ്ങനെ ആകാശങ്ങളിലുള്ള സർവ്വതും അതേപോലെ തന്നെ ഭൂമിയിലുള്ള മനുഷ്യരടക്കമുള്ള മറ്റു ജന്തുജാലങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന്. പക്ഷേ അവരൊക്കെയും അവരുടേതായ പ്രകൃതത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹക്കും, അവരുടെ പ്രകീർത്തനം നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുകയില്ല എന്നുകൂടെ അള്ളാഹു പറയുമ്പോൾ നമ്മൾ കാണുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ നിഷേധിക്കേണ്ടതില്ല. കാരണം അവയുടെ സൃഷ്ടാവായ അള്ളാഹുവാണ് ഈ കാര്യം പറയുന്നത്. ഓരോ ജീവവർഗത്തിനും അവയുടേതായ അല്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യേക ഗ്രഹണശക്തികളുണ്ടെന്നും അതുപോലെ തന്നെ ചില പ്രത്യേക ശബ്ദങ്ങളോ അതല്ലെങ്കിൽ പ്രത്യേക പ്രകടനങ്ങൾ, ചേഷ്ടകളോ വഴി അവയുടെ ഇംഗിതങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് അവയൊന്നും ഇന്നത്തെ ശാസ്ത്ര പഠനങ്ങളിലൂടെ ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ചില ജന്തുജാലങ്ങൾ അല്ലെങ്കിൽ ചില ജീവികൾ അവയുടെ ഓരോ കാര്യങ്ങളും ചില പ്രത്യേക തരം ചേഷ്ടകളിലൂടെ പ്രകടനങ്ങളിലൂടെ അവ പ്രകടിപ്പിക്കാറുണ്ട് എന്നതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങൾ. മാത്രമല്ല സംഗീതങ്ങൾക്ക്, ഗാനാലാപങ്ങൾക്ക് തീർച്ചയായും ചില സസ്യങ്ങൾക്കും മറ്റു ചില പ്രകൃതിയിലെ കാര്യങ്ങൾക്കും അവ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ഈ അടുത്ത കാലത്ത് ശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ശാസ്ത്രം എന്തു പറഞ്ഞാലും ശാസ്ത്രകാരന്മാർ എന്ത് അഭിപ്രായപ്പെട്ടാലും നമ്മൾ അതിനൊപ്പിച്ച് ഖുർആനിനെ വിശദീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ പാടില്ല. പക്ഷേ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ആകാശഭൂമികളിലുള്ളതെല്ലാം, ആകാശവും ഭൂമിയും മാത്രമല്ല അവയിലുള്ളതെല്ലാം, അതേപോലെ തന്നെ എല്ലാ സചേതന ജീവനുള്ളവയും അചേതന ജീവനില്ലാത്ത വസ്തുക്കളുമൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യം. അപ്പൊ അള്ളാഹു പറയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾക്കത് വിശ്വസിച്ചേ പറ്റൂ. അതുപോലെ തന്നെ അള്ളാഹു അടുത്ത വചനത്തിൽ പറയുന്ന ഒരു കാര്യം, ഹുവല്ലദീ ഖലഖക്കും ഫമിൻകും കാഫിറുൻ വമിൻകും മുഅ്മിൻ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ഇനി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു പ്രത്യേക കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതെന്താ? ഹുവല്ലദീ ഖലഖക്കും, അവനാണല്ലോ അല്ലെങ്കിൽ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹു. അപ്പൊ അവൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ട് ഫമിൻകും കാഫിറുൻ, നിങ്ങളിൽ നിഷേധികളുണ്ട്, സത്യത്തെ നിഷേധിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ വമിൻകും മുഅ്മിനുൻ, നിങ്ങളിൽ സത്യത്തെ വിശ്വസിച്ചുകൊണ്ട് മുഅ്മിനുകളായവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹ് പറയാട്ടോ. അപ്പൊ എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ട് പോലും നിങ്ങളിൽ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരും എന്നാൽ അവനെ നിരാകരിക്കുന്നവരും നിരീശ്വരവാദികളും നിഷേധിക്കുന്നവരും ഉണ്ട് എന്ന് പടച്ചവൻ പറയാണ്. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ അവനിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിനുള്ള കൃത്യമായ തെളിവുകളും നൽകിയിട്ടും അവനെ നിഷേധിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ശിക്ഷകളെ, മുന്നറിയിപ്പുകളെ തുടർന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായിരിക്കെ നിങ്ങളിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട്. പക്ഷെ അള്ളാഹു അതിന്റെ അവസാനം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ അറിയോ?
വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ അവനിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണല്ലോ യഥാർത്ഥത്തിൽ. കാരണം എന്താ? നമ്മൾ ആരാ സൃഷ്ടിച്ചത്? അവനെ മാത്രം നമ്മൾ ആരാധിക്കുക. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും. ഏ മനുഷ്യരെ, നിങ്ങൾ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ആ റബ്ബിന് നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങളുടെ ജന്മന നിങ്ങളുടെ സ്വത്വബോധം അല്ലെങ്കിൽ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങളെ അംഗീകരിച്ചാണ് ഈ ഭൂലോകത്തേക്ക് നിങ്ങൾ പിറന്നു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ നിങ്ങൾ ആരാധിക്കുക എന്ന ഒരു തത്വമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത്. പക്ഷേ അപ്രകാരമുള്ള ശുദ്ധമായ പ്രകൃതി അല്ലെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ശുദ്ധ പ്രകൃതി അഥവാ ഒരു മുസ്ലിമായി ജനിക്കുന്ന ഒരു മനുഷ്യൻ, ഓരോ കുഞ്ഞും തീർച്ചയായും ആ ജനിച്ചു വീഴുന്നതും അവൻ മുസ്ലിമായിട്ടാണ്, ആ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടാണ്. പക്ഷെ പിന്നീട് അവർ നിഷേധികളും അതുപോലെ തന്നെ ധിക്കാരികളുമായി മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം അള്ളാഹു കണ്ടറിയുന്നുണ്ട്. എവിടെ വെച്ചാണ്, എപ്പോൾ മുതലാണ് അവൻ അള്ളാഹുവിനെ നിഷേധിക്കാൻ തുടങ്ങിയത്, അവനോട് അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങിയത്? കാരണം എന്താ അറിയോ? അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണല്ലോ. നിങ്ങൾ ഈ ഭൂമിയിലേ ഇല്ലായിരുന്നു, നിങ്ങൾ ശൂന്യമായിരുന്നു. എന്നിട്ടോ ആ ശൂന്യതയിൽ നിന്ന് അള്ളാഹു അവനെ സൃഷ്ടിച്ചു. സൂറത്തു ദഹ്റിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യനൊരു വസ്തുവാണ് എന്ന് പറയപ്പെടാൻ പറ്റാത്ത ഒരു കാലം അവനിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് 45 വയസ്സായെങ്കിൽ 46 വർഷം മുമ്പ് ഞാൻ ഈ ലോകത്തിലേ ഇല്ല. എന്റെ ഒരു അടയാളമോ ഒരു പോയിന്റ് ഒന്നുമില്ല ഇവിടെ. അപ്പൊ അങ്ങനെ ഒരു കാലം നമ്മൾ ഓരോരുത്തർക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ശുദ്ധ ശൂന്യതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. എന്നിട്ട് ആ അള്ളാഹുവിനെ അംഗീകരിച്ച് വിശ്വാസികളായി അവനെ മാത്രം നിങ്ങൾ ആരാധിക്കേണ്ടതിന് പകരം നിങ്ങൾ അവനെ നിഷേധിക്കുകയും ഒരുപക്ഷെ അവനിൽ പങ്കു ചേർക്കുകയോ അല്ലെങ്കിൽ അവനെ നിരാകരിക്കുകയോ നിരീശ്വരവാദിയാവുകയോ ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് പടച്ചവൻ പറയുന്നത്. അതിന് കാരണം എന്താ? ഇതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന്റെ മറ്റു കുറെ സൃഷ്ടികളുണ്ട്. ആകാശങ്ങള്, ഭൂമി, അതേപോലെ തന്നെ നക്ഷത്രങ്ങള്, മലക്കുകള്, ഇതര ജന്തുജാലങ്ങള്, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. പക്ഷെ എല്ലാം ആ സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുന്നു, അവന് തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറയുന്നു. ബുദ്ധി നൽകപ്പെട്ട മനുഷ്യനും ആ അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണല്ലോ. പക്ഷെ ആ മനുഷ്യർ എന്ത് ചെയ്യുന്നു? അവരിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാകുന്നു. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും ഉണ്ടാകുന്നു. അവനെ അനുസരിക്കുന്നവനും അനുസരണക്കേട് കാണിക്കുന്നവനും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ സംസാരം യഥാർത്ഥത്തിൽ മനുഷ്യരോട് തന്നെയാണ്. കാരണം എന്താ അറിയോ? മറ്റെല്ലാം അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായ രൂപത്തിൽ അവ പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ അവരിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരുണ്ട്, അവനെ സാഷ്ടാംഗം ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവരെ നിഷേധിക്കുന്നവരും ധിക്കരിക്കുന്നവരുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ ഇന്നു മുതലല്ല, പണ്ട് കാലം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു ഹദീദിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താ അറിയോ? പൂർവ്വ സമുദായങ്ങളും തെറ്റായ ഇത്തരം രീതി തന്നെയാണ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ എന്ത്? അവരെ അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്നിരിക്കെ ആ അള്ളാഹുവിനോട് അവർ അഹങ്കരിക്കുകയും അവനെ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവെ ഈ പറഞ്ഞ പൂർവ്വ സമുദായങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു എന്തു ചെയ്യുന്നു? നൂഹ് നബിയുടെയും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ജനതയെയും അവർക്ക് ശേഷം ആ ജനങ്ങളിലേക്ക് വന്ന മറ്റു പ്രവാചകന്മാരുടെയും ഒക്കെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം വന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയാനും അവനിലേക്ക് അവർ മടങ്ങുവാനും അവനെ മാത്രം ആരാധിച്ച് ജീവിക്കാനും പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണല്ലോ. പക്ഷെ അവരൊക്കെയും എന്തു ചെയ്തു?
ആ പ്രബോധനം സ്വീകരിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതിന് പകരം അവരൊക്കെ എന്തു ചെയ്തു? വളരെ കുറഞ്ഞ ആളുകൾ ആ പ്രവാചകന്മാരിലൂടെ ഉപദേശം സ്വീകരിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുകയും എന്നാൽ അവർ നേർമാർഗം പ്രാപിക്കുകയും ചെയ്തു. പക്ഷെ അധികം ആളുകളും എന്തു ചെയ്തു? ദുർമാർഗികളായി തീർന്നു. അപ്പൊ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? വലഖദ് അർസൽനാ നൂഹൻ വഇബ്രാഹീമ വജഅൽനാ ഫീ ദുർരിയ്യതിഹിമാ അൻ-നുബുവ്വത വൽ കിതാബ ഫമിൻഹും മുഹ്തദ് വകസീറും മിൻഹും ഫാസിഖൂൻ. നൂഹിനെയും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അങ്ങനെ തുടർന്ന് കുറെ പ്രവാചകന്മാരെയും അവർക്ക് വേദഗ്രന്ഥങ്ങളും ഒക്കെ അയച്ചു. പക്ഷേ അവരിൽ അധികം ആളുകളും ധിക്കാരികളാവുകയും നിഷേധികളാവുകയും ചെയ്തു. കുറഞ്ഞ ആളുകൾ മാത്രമാണ് സന്മാർഗം സ്വീകരിച്ചവർ എന്ന്. അപ്പൊ ഈ പറയുന്ന ഇതെന്തിനാ പറയുന്ന അറിയോ? ഈ ഇന്നത്തെ ജനങ്ങൾക്കും അതിലൊരു പാഠമുണ്ട് എന്നവർക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. പക്ഷേ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു വ്യക്തമായി കണ്ടറിയുന്നവനാകുന്നു എന്ന്. ശരി, ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയട്ടോ, ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് വസവ്വറകും ഫഅഹ്സന സുവറകും വഇലൈഹിൽ മസീർ. ഇതിൽ പറയുന്ന എന്താ? ഇന്ന് നേർക്ക് നേരെയുള്ള അർത്ഥം ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവനാണ്. മാത്രമല്ല ബിൽ ഹഖ്, മുറപ്രകാരം. എന്ന് പറഞ്ഞ ആകാശം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു സൃഷ്ടി സംവിധാനമാണല്ലോ. നാം ജീവിക്കുന്ന ഭൂമിയിലെ അത്ഭുതങ്ങൾ മുഴുവനും നമ്മൾ കണ്ടിട്ടില്ല. ആകാശങ്ങളിലെ രഹസ്യങ്ങളിൽ ദുനിയാവിനോട് ചേർന്ന് കിടക്കുന്ന ആദ്യത്തെ ആകാശത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നമുക്കറിയില്ല. വളരെ തുച്ഛമായത് മാത്രമാണ് ഈ ആധുനിക മനുഷ്യനെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മൾക്കറിയുന്നത്. ഇനിയും എത്രയോ രഹസ്യങ്ങൾ ഈ ഒന്നാമത്തെ ആകാശത്തിൻ്റെത് തന്നെ നമ്മൾക്ക് അജ്ഞാതമാണ്. പിന്നെ ബാക്കി 6 ആകാശങ്ങളുടെ കാര്യം എന്തായിരിക്കും? അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം, അതേപോലെ തന്നെ അവന്റെ കഴിവിന്റെ അവന്റെ ശക്തി എത്രയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തഹജ്ജുദൊക്കെ നമസ്കാരം കഴിഞ്ഞാലേ ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കുമത്രേ. അവിടെ നക്ഷത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ അത്ഭുതങ്ങൾ എല്ലാം നോക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറയുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. സുബ്ഹാനക, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. മാ ഖലഖ്ത ഹാദാ ബാതില, നീ ഇതൊന്നും നിരർത്ഥകമായി വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറയാറുണ്ട്. അപ്പം അള്ളാഹു ഈ സൃഷ്ടിച്ചതിന്റെ പിന്നിലൊക്കെ ചില താല്പര്യങ്ങളുണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടി അവൻ സംവിധാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ, അവന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അവൻ ആരാധിക്കുന്നുണ്ടോ എന്ന ഒരു പരീക്ഷണം, ആ പരീക്ഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പലപ്പോഴും ഈ 7 ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും അത് വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിമഹത്തായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആകാശങ്ങളെയും അതേപോലെ തന്നെ ഭൂമിയെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ മാത്രമല്ല, അവരുടെ സൃഷ്ടിപ്പും വളരെ കൃത്യമായിട്ടാണ്. അതുകൊണ്ട് ആകാശം ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ബിൽ ഹക്ക്, മുറപ്രകാരം എന്ന് പറയുന്നുണ്ട്. എന്താ ഈ മുറപ്രകാരം എന്ന് പറഞ്ഞാൽ? വ്യവസ്ഥാപിതമായി, യുക്തിപൂർണമായ രീതിയിൽ ഓരോ കാര്യവും അതിസമർത്ഥവും അതിവിദഗ്ധവുമായി ആ സൃഷ്ടിപ്പിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെയാണ് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അള്ളാഹുവിന്റെ ശക്തിയെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിക്കുക. കേവലം ആകാശത്തിലൊക്കെ നോക്കുക എന്നതല്ല. ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്, മനുഷ്യനെ സംബന്ധിച്ച് നീ ആവർത്തിച്ച് ആ ആകാശങ്ങളിലേക്ക് നോക്കുക. അവിടെ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ അല്ലെങ്കിൽ വിടവുകളോ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് നോക്കുന്നതിനെ കുറിച്ച് മാത്രമല്ലല്ലോ. മനുഷ്യന്റെ കഴിവ് അധികരിച്ച് ഗവേഷണ പാടവങ്ങൾ ഉപയോഗിച്ച് അവന്റെ ബൈനോക്കുലറുകളും ടെലസ്കോപ്പുകളും ഉപയോഗിച്ച് അവൻ നിരീക്ഷണം നടത്തി അവൻ അവിടേക്ക് യാത്ര ചെയ്ത്
ആ ന്യൂനതകൾ വല്ലതുമുണ്ടോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്ന് പരിശോധിക്കാനും കണ്ടെത്താനും ആവശ്യപ്പെടുന്നത് ഒരു വെല്ലുവിളി മാത്രമല്ല, മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരമുണ്ടാക്കുന്ന സന്ദർഭം കൂടിയാണ്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിനക്കത് കണ്ടെത്താൻ സാധിക്കില്ല, നിരാശനായി നീ തിരിച്ചു പോരേണ്ടി വരും. മറിച്ച് അവിടെയുള്ള രഹസ്യങ്ങള്, അവിടെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ, അവൻ സൃഷ്ടിച്ച കാര്യങ്ങളെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. പക്ഷെ അവയിലൊന്നും എന്തെങ്കിലും കുറവുണ്ട്, ന്യൂനതകളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് കണ്ടെത്താൻ മനുഷ്യന് സാധിക്കുകയില്ല. കാരണം അത്രയും അന്യോന്യമായിട്ടാണ് അള്ളാഹു അത് സംവിധാനിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ബിൽ ഹക്ക്, മുറപ്രകാരം എല്ലാം യുക്തിഭദ്രമായി അവൻ അവയെ സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ പറയട്ടോ, വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. ഇനി ആകാശത്തിലേക്കൊന്നും പോണ്ട, നിങ്ങളുടെ സ്വന്തം ശരീരഘടനയുണ്ടല്ലോ, ഈ ശരീരത്തെ അള്ളാഹു രൂപപ്പെടുത്തുകയും അവൻ അതിനെ ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അതിന്റെ അകത്തെ അവയവങ്ങളെക്കുറിച്ച്, അതിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും നമ്മൾ പഠനം നടത്തുമ്പോഴാണ് നമ്മുടെ കിഡ്നിയുടെ വില, അതേപോലെ തന്നെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നതും അത് എത്ര ലിറ്ററാണ് ഒരു ദിവസം ശുദ്ധീകരിക്കുന്നത് എന്നും, എന്തുമാത്രം ശക്തമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നും, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഹൃദയത്തിന്റെ മിടിപ്പുകളും അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധന നടത്തിയാൽ വളരെ യുക്തിഭദ്രമായ, വളരെ കൃത്യമായ രൂപത്തിൽ അള്ളാഹു അവയെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ പുറത്തേക്ക് നമുക്ക് ആ മ്ലേച്ഛതകൾ അല്ലെങ്കിൽ ആ മോശമായ കാഴ്ചകൾ പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതൊക്കെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അള്ളാഹു അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കട്ടോ, മറച്ചു വെച്ചിരിക്കുകയാണ്. പുറത്തേക്കോ അവന്റെ രൂപം അതിമനോഹരമാണ്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടി നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അപ്പോ ഫഅഹ്സന സുവറക്കും, നിങ്ങളുടെ ആ രൂപം തന്നെ അവൻ മനോഹരമാക്കിയിരിക്കുന്നു എന്ന് നമ്മളോട് പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ മനോഹാരിത നഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവൻ വേർപെട്ട് നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളെ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ആ മനോഹരമായ രൂപം വികൃതമാകും. പിന്നീട് നിങ്ങൾ പോകുന്നത് ഇലൈഹിൽ മസീർ, നിങ്ങൾ അള്ളാഹുവിലേക്കാണ് പിന്നീട് നിങ്ങൾ എത്തിപ്പെടുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ഈ ആയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവസാനം അള്ളാഹു, ഇന്ന് നമ്മൾ വായിച്ച 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം, യഅലമു മാ ഫിസ് സമാവാതി വൽ അർള് വയഅലമു മാ തുസിറൂന വമാ തുലിനൂൻ വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. ഇവിടെ അള്ളാഹു പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്നെന്താ, ആകാശഭൂമികളിലുള്ള കാര്യങ്ങൾ അള്ളാഹു അറിയും. രണ്ടാമത്തേത്, നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയും. മൂന്നാമത്തെ കാര്യം, അല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ, നിങ്ങളുടെ കർമ്മങ്ങളിലെ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പരസ്യമായ പ്രവർത്തനങ്ങളും രഹസ്യമായ ചെയ്തികളും അള്ളാഹു അറിയും. മൂന്നാമത്തേത്, നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ ഗോപ്യമാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് അറിയും. എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് മനുഷ്യൻ അവസാനമായി ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കട്ടോ. അപ്പൊ ആകാശഭൂമികൾക്കിടയിലെ സർവ്വ കാര്യങ്ങളും അള്ളാഹു അറിയും. മനുഷ്യൻ ആരെയും അറിയിക്കാതെ, എന്റെ തൊട്ടടുത്തുള്ളവനെ പോലും അറിയിക്കാതെ, അല്ലെങ്കിൽ എന്റെ കൂടെ കിടക്കുന്നവനെ പോലും അറിയിക്കാതെ അവന്റെ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, നിഗൂഢമായി അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും അവൻ അറിയും. ഖിയാമത്ത് നാളിൽ അത് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തും എന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. സൂറത്തു തഗാബുനിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിലെ ബാക്കി ആയത്തുകൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.